നമസ്കാരം. പ്രതീക രാമായണം. നമ്മൾ രാമായണത്തിൻ്റെ തത്വചിന്തയെ അടിസ്ഥാനമാക്കി ചിന്തിക്കുന്ന രാമായണം. അതിൻ്റെ എപ്പിസോഡുകൾ നമ്മൾ കടന്നു കഴിഞ്ഞു. നമ്മൾ കർക്കിടക മാസത്തിൻ്റെ അവസാനത്തിലെത്തിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഇതുവരെ കേട്ട ഭാഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെടുത്ത് നമുക്കൊന്നൊരു പുനർവായന ചെയ്യാം. പ്രതീകങ്ങളുടെ അർത്ഥം വച്ചിട്ട് അത് തുടങ്ങേണ്ടത് സീതയിൽ നിന്നാണ്. നമ്മുടെ മനസ്സാണ് സീത. സീത ഇപ്പോൾ വന്നിരിക്കുന്നത് അശോകവനത്തിലാണ്. ശോകമൊന്നുമില്ല, അവിടെ ശോകമില്ലാത്ത പക്ഷേ അവിടുത്തെ വൃക്ഷത്തിൻ്റെ താഴെ, ശിംശിവ വൃക്ഷത്തിൻ്റെ താഴെ സീത ഇരിക്കുമ്പോൾ സീതയുടെ മനസ്സിനകത്തൊരു ദുഃഖമാണ്. എന്തിന് സീത ദുഃഖിക്കുന്നു? ആ ചോദ്യം നമുക്ക് നമ്മളോട് ചോദിക്കാം. നമുക്കെന്താണ് ജീവിതം വളരെയധികം സന്തോഷപ്രദമാകാത്തത്? സത്യത്തിൽ ആലോചിച്ച് നോക്കൂ. നല്ലൊരു ശരീരം തന്നു, അല്ലേ? മൃഗങ്ങളെ പോലുള്ള ശരീരമാണോ തന്നിരിക്കുന്നത്? മനസ്സ് തന്നു, ചിന്തിക്കാനുള്ള കഴിവ് തന്നു, ആരോഗ്യം തന്നു. ആരോഗ്യത്തിലിടയ്ക്ക് മാറ്റങ്ങളെ ഉണ്ടാവാം, എന്തായാലും എല്ലാം തന്നു. നമുക്ക് ആഹാരം തേടി കഷ്ടപ്പെട്ട് ഒന്നും പോണ്ട. ആഹാരം ഉണ്ടാക്കാനുള്ള വഴിയൊക്കെ നമുക്കറിയാം. അതിമനോഹരമായ നീലാകാശവും മേഘങ്ങളും ഒക്കെ തന്നു, അല്ലേ? സുന്ദരമായ മഴ പെയ്യുന്നതിനെ കാണാൻ ഭയങ്കര ഭംഗി. എല്ലാം സുന്ദരം. ചിലർക്ക് ദാരിദ്ര്യ ദുഃഖം ഉണ്ടാവാം, ചിലർക്ക് പ്രണയ ദുഃഖം ഉണ്ടാവാം, ഒക്കെ ശരി. പക്ഷേ ഒരു മൃഗത്തെ വെച്ച് നോക്കുമ്പോൾ, ഒരു സസ്യത്തെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും സന്തോഷകരമായ ജീവിതമല്ലേ സത്യത്തിൽ മനുഷ്യന് തന്നത്. പക്ഷേ മനുഷ്യൻ ദുഃഖിതരാണ്. എന്താണ് ദുഃഖം? ഇപ്പോൾ കുന്തിയോട് ശ്രീകൃഷ്ണൻ ചോദിച്ചു, ലോകത്തെ ഏറ്റവും വലിയ ദുഃഖം എന്താണ്? കുന്തി പറഞ്ഞു, ദാരിദ്ര്യ ദുഃഖമാണ് ഏറ്റവും വലുത്. കാരണം ദാരിദ്ര്യം അത്രയധികം കുന്തി അനുഭവിച്ചിട്ടുണ്ട്. പാണ്ഡവരുമായിട്ട് ഭിക്ഷ എടുത്തിട്ടുണ്ട് കുന്തി, ശരിയാണ്. പക്ഷെ ദാരിദ്ര്യം മാറിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ദുഃഖം മാറും. അങ്ങനെയാണ് ഈ പണക്കാരെന്തിനാണ് ആത്മഹത്യ ചെയ്യുന്നത്? പ്രസിദ്ധരായ ആളുകൾ, വലിയ താരങ്ങൾ, അവർ ആത്മഹത്യ ചെയ്തിട്ടില്ലേ? എത്ര വയസ്സിലാണ് വലിയ 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 സൂപ്പർ സ്റ്റാറുകളൊക്കെ പണ്ട് മരിച്ചിട്ടുള്ളത്? നമുക്കത് ആലോചിക്കുമ്പോൾ പണം, പ്രശസ്തി, മക്കൾ, അല്ലേ, അവരുടെ മക്കൾ, അതൊക്കെ കണ്ടിങ്ങനെ സന്തോഷം. ഇതിനൊക്കെ ഒരു ലിമിറ്റില്ലേ? എത്ര ഇത് കണ്ടുകൊണ്ടിരിക്കും? നമുക്കൊരു ചിന്തയില്ല, ഇത് മാത്രമേ ഉള്ളൂ എങ്കിൽ ഓക്കെ. അല്ലെങ്കിലോ? അപ്പോൾ മനുഷ്യന് എവിടെ ഒരു അതൃപ്തിയുണ്ട്. ലോകത്തെ മുഴുവൻ വിറപ്പിച്ച നെപ്പോളിയൻ, അദ്ദേഹം പറഞ്ഞു, 6 ദിവസം പോലും ഞാൻ ജീവിതത്തിൽ സന്തോഷമായിരുന്നിട്ടില്ല. അല്ലച്ചു, ഏറ്റവും വലിയ പണക്കാരോട് ചോദിച്ചു, എവിടെയോ സംതിങ് ഈസ് ലാക്കിങ്. ഈ സംതിങ് എന്ന് പറയുന്നത് നമ്മുടെ ശരിയായ ആധ്യാത്മിക ഭാവം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇതാണ് എൻ്റെ അടിസ്ഥാനം. അതായത് ജഗത് മിഥ്യ, ബ്രഹ്മം സത്യം. നമ്മൾ ബ്രഹ്മത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ ഞാൻ എൻ്റെ ശരീരത്തോട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. ഞാൻ വിചാരിക്കുന്നു എൻ്റെ പേര് സ്വാമി അശ്വതിനാറാണ്. അപ്പം എൻ്റെ പേര് ഒരാൾ തെറ്റിച്ച് പറഞ്ഞാൽ എനിക്ക് ദേഷ്യം വരും. കാര്യം അത് എൻ്റെ പേരാണ്. എന്ത് പേര്? ഒരാളെ വിളിക്കുന്ന പേരല്ലേ ഉള്ളൂ. അത് എൻ്റെ ശരീരം. അതിലൊരു കൊതു വന്നു കഴിഞ്ഞാൽ ഞാൻ അടിക്കാൻ പോകുന്നു. നമ്മൾ ശരീരമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നു. എത്ര വർഷം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ഒരു ദിവസം കാറ്റ് പോകുമ്പോൾ ഈ ശരീരം അങ്ങ് മറിഞ്ഞു വീഴും. ആളുകളെല്ലാം കൂടെ കൊണ്ട് കത്തിക്കും, അല്ലേ? എന്നിട്ട് പറയും, സ്വാമി നിന്ന് കത്തണുണ്ടാകും. അതല്ലേ ഉള്ളൂ. അത്രേ ഉള്ളൂ ഈ ശരീരം. അത്രേ ഉള്ളൂ നമ്മുടെ മനസ്സിനെ വേദനിപ്പിച്ച് കളഞ്ഞു. അവൻ എന്നെ ദ്രോഹിച്ചു. ഞാൻ ഒരിക്കലും അവനൊരിക്കലും വിട്ടുകൊടുക്കില്ല. ഞാൻ അവൻ അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും. വർഷങ്ങളോടെ കേസ് പറയുക, പിണങ്ങുക, മിണ്ടാതിരിക്കുക. എന്തൊക്കെ സാഹസങ്ങളാണ് മനുഷ്യൻ ചെയ്യുന്നത്. സന്തോഷമായിട്ട് ജീവിക്കേണ്ട സ്ഥലത്ത് എന്താ പ്രശ്നം എന്നറിയോ? പ്രശ്നം എത്രേ ഉള്ളൂ. എൻ്റെ മനസ്സാകുന്ന സീത രാമനിൽ നിന്ന് അകന്നുപോയി. ആ രാമനെ തിരിച്ചുകൊണ്ട് വരണം. രാമനിൽ അങ്ങ് ചേരണം അവസാനം. അതാണ് ഈ ആത്മാവിൻ്റെ ഉദ്ദേശമായിട്ടാണ് മഹർഷിമാർ പറയുന്നത്. അതാണ് ഈ ദുഃഖത്തിൻ്റെ മുഴുവൻ കാരണം. ആ ദുഃഖം അന്വേഷിച്ചാണ് സിദ്ധാർത്ഥം പോയി അവസാനം ബുദ്ധനായിട്ട് മാറിയത്. ആ ഒരു സന്ദേശം നമുക്ക് തരുന്നു വാൽമീകി. ആത്മാസ്വരൂപനാണ് രാമൻ. ആ രാമനിൽ നിന്ന് മനസ്സാകുന്ന സീത ഞാൻ മാറിയിരിക്കുന്നു. അപ്പോൾ എൻ്റെ ചുറ്റും എന്താണ് എന്നെ ആകർഷിക്കുന്നത്? എന്താണ് എനിക്ക് കിട്ടുന്ന വാഗ്ദാനങ്ങൾ? രാവണൻ എന്ന രാജസ്വ സ്വഭാവം പറയുന്നു, നീ നല്ലൊരു വീട് വയ്ക്ക്, അതിന് ഇറ്റാലിയൻ മാർബിളൊക്കെ ഇട്, അത് 2 നിലയിൽ കെട്ടണം, മുഴുവൻ AC റൂമായിരിക്കണം, സെൻട്രലൈസ്ഡ് AC ആയിരിക്കണം, അതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ലുംബോർഗിനി കാർ അത് ഇതൊക്കെ ഒന്ന് കിടക്കണം. ആളുകൾ അന്തം വിട്ട് നോക്കണം, ഇത്ര സ്റ്റൈലായോ? ഇപ്പം നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരാൾ, അയാളിപ്പോൾ ഏത് നിലയുള്ളൂ? അയാളിപ്പോൾ ഗൾഫിൽ ഭയങ്കര നിലയിൽ. എന്ത് നില? അയാളുടെ മനസ്സ് മുഴുവൻ വീറ് തന്നെയാണ്. ഒരു വലിയ സൂപ്പർ സ്റ്റാർ. ആ സൂപ്പർ സ്റ്റാറിൻ്റെ എനിക്ക് വളരെ അടുത്തറിയാമെന്നുള്ളതാണ്.
പുള്ളിയുടെ കാര്യം എന്ന് വെച്ചാൽ പുള്ളി മാസത്തിൽ 3 ദിവസം ദുഃഖത്തിൽ മുങ്ങിക്കിടന്ന് കരയും. അത്ര ഡിപ്രഷനാണ്. പിന്നെ എന്താണ് സത്യം, എന്താണ് സന്തോഷം, എന്താണ് സമാധാനം? ഒരു ഐസ്ക്രീം കഴിച്ചാൽ വലിയ സന്തോഷം, 2 ഐസ്ക്രീം കഴിച്ചാൽ കുറച്ചുകൂടി സന്തോഷം, 3ാമത്തെ ഐസ്ക്രീം തൊട്ട് നമുക്ക് വേണ്ടാതാവും. എന്ത് സുഖവും അനുഭവിക്കുമ്പോൾ കൊള്ളാം, അത് കഴിഞ്ഞ് ഇതൊന്നും വേണ്ടായിരുന്നു. എന്താണ് കാര്യം? നമ്മുടെ മനസ്സ് രാജസഭാവത്തിൽ രാവണൻ്റെ പുറകെ പോകാതെ, കുംഭകർണൻ്റെ പുറകെ താമസത്തിനകത്ത് പോകാതെ, വിഭീഷണൻ പറയുന്നത് പോലെ എന്തിൻ്റെയും കൂടെ ഓരോ ദിവസവും അല്പം ആധ്യാത്മികമായിട്ട് കൂടെ വളരണം എന്ന് മഹർഷി പറയും. അത് നിങ്ങളെ എല്ലാ സ്റ്റേജസ് ഓഫ് ലൈഫിലും സഹായിക്കും. അവസാനം വൃദ്ധസ്ഥാനത്ത് കിടക്കുകയാണെങ്കിലും രാമ 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 ജയിച്ചുകൊടുക്കുന്ന ഭയങ്കര ആനന്ദം, വളരെ ആനന്ദമാണ്, വളരെ സന്തോഷമാണ്. വയസ്സാവുന്നതോറും സന്തോഷമാണ്. ഏകാന്തതയാണ്. പിള്ളേരൊക്കെ കാനഡ അവിടെ പോയി വലിയ സന്തോഷം. എനിക്ക് രാവിലെ എണീക്കാം, കുളിക്കാം, വിളക്ക് കൊളുത്താം, ഹരിനാമ കീർത്തനം പറയാം, എനിക്ക് ജപിക്കാം, എനിക്ക് ധ്യാനിക്കാം, എനിക്ക് യോഗ ചെയ്യാം, എനിക്ക് ക്ഷേത്രങ്ങളൊക്കെ പോയി സന്ദർശിക്കാം, എനിക്ക് പലരെയും സഹായിക്കാം, എനിക്ക് സന്തോഷമായിട്ടിരിക്കാം, വായിക്കാം, ഒക്കെ സമയമുണ്ട്, സമാധാനമുണ്ട്. പക്ഷെ പിന്നെ എന്തിനു കരയുന്നു? എന്നാലും നമ്മൾ കരയുന്നു. എന്തിനും സന്തോഷത്തിനും. പെണ്ണിനെ കല്യാണം കഴിച്ച് കൊടുക്കുമ്പോൾ പെണ്ണ് ഇറങ്ങുമ്പോൾ അപ്പോഴും അച്ഛനും കരയുന്നു, അമ്മ എന്തിനാണ് ഈ കരച്ചിൽ, എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള സത്യം നമുക്ക് അറിയാൻ പറ്റും. എന്താണ്? ഞാൻ എന്തിനോ ഈ ഭൂമിയിലൊന്നും ഒരു ദിവസം കളഞ്ഞിട്ടുണ്ട്. ഐ ആം നോട്ട് എ സക്സസ്ഫുൾ പേഴ്സൺ. അതാണ് സഫലമീ ജീവിതം, സഫലമീ യാത്ര എന്നെനിക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ആധ്യാത്മികം നമ്മളെ സഹായിക്കുന്നത്. അതാണ് രത്നാകരൻ എന്ന് പറയുന്ന ഒരു കൊള്ളക്കാരൻ വാൽമീകിയായി മാറിയപ്പോഴുള്ള കാര്യം. പണ്ട് ആളുകളെ കൊന്നിരുന്ന രത്നാകരനാണ്. ഇപ്പോൾ വാൽമീകി 2 കിളികളിരുന്ന് സല്ലപിക്കുന്നത് കണ്ടപ്പോൾ സന്തോഷത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് പ്രകൃതിയെ. അപ്പോഴൊരു വേടം വന്ന് അമ്പ ചെയ്ത് ഒരു കിളിയെ കൊന്നു കളഞ്ഞു. ആ കിളി താഴെ വീണു, മറ്റേ കിളി ചുറ്റും ഇങ്ങനെ കറങ്ങി കരയുന്നു. അപ്പോഴാണ് അദ്ദേഹം മാ നിഷാദ പ്രതിഷ്ഠാം ത്വമഗ്നശ്വതി സമ എന്ന് പറഞ്ഞിട്ടുള്ള കവിത ആദ്യം പറഞ്ഞത്. ആദ്യമായിട്ട് കവിത ഉണ്ടായത് അങ്ങനെയാണ്. അനർഗളമായ നിർഗളനമാണ് ഉള്ളിലുള്ള വിശുദ്ധ ചിന്തകളുടെ, അങ്ങനെയല്ലേ കവിത നിർവഹിച്ചിരിക്കുന്നു. ദ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ ഓഫ് ഇമോഷൻസ്. ലോകത്ത് ആദ്യത്തെ കവിത അങ്ങനെയായി. ഈ ജീവിതം തന്നെ ഒരു കവിതയാക്കി മാറ്റാൻ രാമായണം നമ്മോട് പറയുന്നു. അതിനുവേണ്ടി നമ്മൾ രാമായണത്തിലെ ഓരോ സംഭവം എടുത്താൽ രാമൻ ആധ്യാത്മികമായ നമ്മുടെ വ്യക്തിത്വം, ആ ആധ്യാത്മിക വ്യക്തിത്വത്തോട് നമ്മളെല്ലാം ഒന്നാണ്. ഈ ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന ആളുകളാണ് നമ്മൾ. ഈ മായയിൽ നിന്ന് രക്ഷപ്പെടാനാണ് വീണ്ടും വീണ്ടും ജന്മമെടുത്ത് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരാൾ മരിച്ചാൽ കരയേണ്ട ആവശ്യമില്ല, അടുത്ത ജന്മത്തിൽ വീണ്ടും ഉണ്ട്. അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ അതിൽ നിന്ന് മോചിപ്പിക്കണം. അതിനെന്ത് ചെയ്യണം? രാമനെ ഉണർത്തണം. സീത നമ്മുടെ മനസ്സാണ്. ഭരതൻ ഭരിക്കാനുള്ള കഴിവാണ്. ഭരതൻ്റെ അമ്മയായ കൈകേയി കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. രാമൻ്റെ അമ്മ കൗസല്യ, വിശേഷാൽ ബുദ്ധി യോഗേഷ് കൗശല എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നതാണ്. അതുപോലെ സുമിത്ര, മറ്റുള്ളവരുടെ മിത്രഭാവത്തെ പെരുമാറണം. ആ മിത്രത്തിൻ്റെ, ആ സുമിത്രയുടെ മക്കളാണ് ഏത്? ലക്ഷ്മണൻ. ലക്ഷ്യബോധവും ശത്രുഘ്നൻ. നമുക്ക് ലക്ഷ്യബോധം വേണം. ശത്രുതയെ നശിപ്പിക്കണം. ശത്രുവിനല്ല നശിപ്പിക്കണം, ശത്രുതയെ നശിപ്പിക്കണം. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ കെട്ടറ്റ് കിടക്കുന്ന കാര്യങ്ങളൊക്കെ എടുത്ത് പെറുക്കി വച്ച് നമ്മുടെ സാധനയും നമ്മൾ മുന്നോട്ട് പോകണം. അങ്ങനെ സാധനയും മുന്നോട്ട് പോകുമ്പോൾ അന്യാക്ഷേപാദികളും സഹിച്ച് സമബുദ്ധ്യ അന്യുഭാവവും അകലക്കളഞ്ഞനുദിനം. വാൽമീകി പറയാണ്, അന്യാക്ഷേപതികൾ സഹിക്കണം. മറ്റുള്ളവർ നിങ്ങൾ ആക്ഷേപിച്ചാൽ സഹിക്കണം. സഹിച്ചെന്താ കുഴപ്പം? നിങ്ങളൊരാൾ ചീത്ത വിളിച്ചു, കേട്ടുണ്ടെന്നോളൂ, എന്ത് പ്രശ്നം? എൻ്റെ ഈഗോ, എന്ത് ഈഗോ? അവൻ എന്നെ ചീത്ത വിളിച്ചു, അവൻ എൻ്റെ അച്ഛന് പറഞ്ഞു, എൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു. അമ്മ ആശുപത്രി കിടന്ന പോയി അന്വേഷിക്കാത്ത മോനാണ് അമ്മയെ വിളിച്ചു എന്ന് പറഞ്ഞ് പ്രയാസമുണ്ട്. നമ്മുടെ മിഥ്യാബോധമല്ലേ ഇത്? അന്യാക്ഷേപത്തിൽ സഹിക്കാൻ നമുക്ക് കഴിയുമോ? എങ്കിൽ ആക്ഷേപിക്കുന്നവൻ്റെ പല്ല് തെറിച്ചു, അവനൊന്നും പിന്നെ പറയാൻ പറ്റില്ല. സമബുദ്ധിയ, എല്ലാവരെയും സമമായിട്ട് കാണാൻ പറ്റുമോ? എൻ്റെ മാനേജർ അദ്ദേഹത്തെ കാണുമ്പോൾ എണിച്ചിരിക്കും, എണിച്ച് നിൽക്കും, താഴത്തെ കൊണ്ട് പോടാ എന്ന് പറയും. ഈ മാനസികാവസ്ഥ അതില്ലാതെ അന്യാക്ഷേപാദികളും സഹിച്ച് സമബുദ്ധ്യ അന്യുഭാവവും അകലക്കളഞ്ഞരുത്. ഒരാൾക്കൊരു പ്രയാസം വരികയാണെങ്കിൽ, ഓ അത് അവൻ്റെ പ്രയാസമല്ലേ, എനിക്കെന്താ പ്രയാസം എന്ന് പറയുന്നു. അവൻ്റെ കുട്ടിയല്ലേ മരിച്ചു, എനിക്കെന്ത് എന്ന് പറയുന്നു. അതല്ല, അവൻ്റെ കുട്ടി മരിച്ചാലേ അതെൻ്റെ ദുഃഖം തന്നെയാണ്. നാളെ ഒരു ജയിലിൽ കിടക്കുന്ന കുറേ ആളുകൾ കോളറൊന്ന് മരിച്ചു എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ എന്തൊന്ന് മരിച്ചു, അത് ജയിലിൽ കിടക്കുന്ന ദുഷ്ടന്മാരല്ലേ. അങ്ങനെയല്ല, അവരുടെ ദുഃഖവും നമ്മുടെ ദുഃഖം തന്നെയാണ്. അങ്ങനെ കാണുന്നവൻ, ഒരു തെരുവിലെ പട്ടിക്ക് പോലും അതിൻ്റെ ദുഃഖത്തിന് പോലും കൂടെ നിൽക്കുന്നവൻ അല്ലേ. വിവേകാനന്ദസ്വാമി പറഞ്ഞൊരു ഇതുണ്ട്, ഭാരതത്തിലെ
ഒരു പട്ടി പോലും പട്ടിണി കിടന്ന് മരിക്കില്ല എന്നൊരവസ്ഥയിൽ മാത്രമേ എനിക്ക് സ്വർഗ്ഗം ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് സ്വർഗ്ഗം ആവശ്യമില്ല. ഞാൻ വീണ്ടും വീണ്ടും നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കാര്യം നരകത്തിലാണ് കഷ്ടപ്പെടുന്നവർ, സ്വർഗത്തിൽ കഷ്ടപ്പെടുന്നവരൊന്നുമില്ല. സ്വർഗത്തിൽ കഷ്ടപ്പെടുന്നവർ ഇല്ലെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് കാര്യമില്ല. അതൊന്നും ആ ഒരു അവസാനത്തെ കണ്ണുനീർ തുടയ്ക്കുന്നവരെ ഞാൻ പൊരുതിക്കൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞ മഹാത്മാഗാന്ധി അവസാനം വരെ ഞാൻ പൊരുതിക്കൊണ്ടിരിക്കും. അപ്പോൾ മറ്റുള്ളവരുടെ ദുഃഖത്തെ കാണുക, നല്ല ശുദ്ധിയായിട്ട് ശുദ്ധസ്ഥലേ വസിക്കണം, ശുദ്ധമായി നിങ്ങളുടെ മുറിയൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി വയ്ക്കുന്ന പോലും യോഗയാണ്. നിങ്ങളുടെ വീടിൻ്റെ പരിസരം മുഴുവൻ ശുദ്ധമായിട്ട് സൂക്ഷിക്കുന്നതും യോഗയാണ്. യോഗ എന്ന് പറഞ്ഞാൽ ഈശ്വരനിലേക്കാനുള്ള മാർഗം നേരത്തുള്ളൂ. അങ്ങനെ ഏകാന്തേ വസിക്കണം. ഇടയ്ക്ക് കുറേ നേരം മിണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മളോട് തന്നെ നമ്മൾ സംസാരിക്കാതിരിക്കണം, ധ്യാനിക്കണം, ഗുരുഭക്തി വേണം, പിതൃക്കളോട് ബഹുമാനം വേണം, രാജ്യത്തോട് സ്നേഹം വേണം, ദേശത്തോട് സ്നേഹം വേണം, രാഷ്ട്രത്തോട് സ്നേഹം വേണം, വിശ്വത്തിനോട് സ്നേഹം വേണം, ലോകത്തിലെ സകല ആളുകളെയും സ്നേഹിക്കുന്ന ഒരു മാനസികാവസ്ഥ വേണം. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്ന അതാണ്. ലോകത്തിന് മുഴുവൻ, നമ്മുടെ ഭാരതത്തിൻ്റെ ഏറ്റവും വലിയൊരു ദർശനം അത് തന്നെ. ഒരു മറ്റു മതക്കാരെന്നോ മറ്റ് രാഷ്ട്രീയക്കാരെന്നോ ആ ഒരു പ്രശ്നമേ നമുക്ക് വരുന്നില്ല. എല്ലാവരെയും സന്തോഷത്തോടെ കാണണം, എല്ലാവരെയും സ്നേഹിക്കണം. അല്ലാതെ എൻ്റേതല്ലാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ഈ ഒരു മാനസികാവസ്ഥ നിരവധി കാര്യം, അതൊരു വികല്പങ്ങളെ ഏതുമേ ഉണ്ടാകില്ല എന്ന് വാൽമീകി പറയുന്നത് എഴുത്തച്ഛൻ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുകയാണ്. നെഗറ്റീവ് ഫീലിങ്സും നെഗറ്റീവ് തോട്ട്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേ ചെയ്യണം. സത്യത്തിൽ ഇന്നത്തെ പത്രങ്ങൾ വായിക്കുമ്പോഴും ചാനലിൽ കാണുമ്പോഴും നമ്മുടെ മനസ്സിനെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം, നമ്മൾ നെഗറ്റീവ്സാണ് കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ആളുകൾക്ക് നെഗറ്റീവ്സാണ് കേൾക്കാൻ ആവശ്യം എന്ന് പറഞ്ഞിട്ട് അവരങ്ങനത്തെ ന്യൂസുകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കും. നമ്മൾ അങ്ങനത്തെ ന്യൂസുകൾ കേട്ട് 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 നമ്മുടെ മനസ്സിന് നെഗറ്റീവോ, നമ്മളും ദുഃഖത്തിൽ മുങ്ങും. അതിൻ്റെ ആവശ്യമില്ല. പോസിറ്റീവായിട്ട് എത്രയോ കാര്യങ്ങൾ ഈ ലോകത്ത് നടക്കുന്നുണ്ട്, എത്രയോ കാര്യങ്ങൾ. നമ്മൾ അതിനെ ശ്രദ്ധിക്കണം, പോസിറ്റീവായ ആളോട് സംസാരിക്കണം, പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കണം. ദേവന്മാർ നമ്മുടെ മനസ്സിൽ ഒന്ന് താമസിക്കണം എന്നർത്ഥം. അപ്പോൾ മനസ്സ് സ്വർഗമായി ഭവിക്കും. അല്ല, നെഗറ്റീവ്സിനെയാണ് നമ്മൾ താലോലിക്കുന്നതെങ്കിൽ നമ്മുടെ മനസ്സ് നെഗറ്റീവായിട്ട് വരും. ഇതാണ് ചുരുക്കത്തിൽ വാൽമീകി നമ്മളോട് പറയുന്നത്. ശ്രീരാമനും സീതയും കൂടെ ഒന്നിച്ചാവുന്ന, നമ്മുടെ സ്ത്രീയും പുരുഷനും ശിവനും പാർവതിയും ഒന്നിച്ചാവുന്ന ഒരു നിമിഷം, ആ നിമിഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നതാരാണ്? അവിടെയാണ് ഹനുമാൻ എന്ന് പറയുന്ന ആ വ്യക്തിത്വം നമ്മൾ കാണുന്നത്. ഹനുമാൻ നൈഷ്ഠിക ബ്രഹ്മചാരിയാണ്. അദ്ദേഹം ബ്രഹ്മത്തിൽ ലയിച്ചിരിക്കുന്ന, അതാണ് ബ്രഹ്മചാരി എന്ന് പറയുന്നത്. ഇപ്പോൾ രസകരമായിട്ട് പലരും ബ്രഹ്മചാരി എന്ന് വിളിക്കുന്ന സ്ത്രീകളെ അല്ലെങ്കിൽ വിവാഹം കഴിക്കാത്ത തന്നെയാണ്. അങ്ങനെയല്ല. ധൃതരാഷ്ട്രം മരിക്കാൻ ഇല്ല, നമ്മുടെ ഭീഷ്മർ മരിക്കാൻ നേരത്തെ ലോകത്തെ ഏറ്റവും വലിയ ബ്രഹ്മചാരിയെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ആളുകൾ ചോദിക്കും, അങ്ങനല്ലേ ലോകത്തെ ഏറ്റവും വലിയ ബ്രഹ്മചാരി? അപ്പോൾ നമ്മൾ അല്ല, ഇപ്പോൾ ഒരാൾ വരും, അയാളാണ്. നമുക്ക് രഥത്തിൽ വരുന്നത് ശ്രീകൃഷ്ണനാണ്. 16,000 ഭാര്യമാരുള്ള ശ്രീകൃഷ്ണനെയാണ് നമ്മുടെ ഭീഷ്മർ ലോകത്തെ ഏറ്റവും വലിയ ബ്രഹ്മചാരി എന്ന്. ആ ശ്രീകൃഷ്ണനെ കണ്ടുകൊണ്ടാണ് വിഷ്ണു സഹസ്രനാമം എന്നുള്ള 1000 നാമങ്ങൾ അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? ശ്രീകൃഷ്ണൻ ബ്രഹ്മത്തിൽ തന്നെയാണ് ലയിച്ചു നിൽക്കുന്നത്, അല്ലാതെ അദ്ദേഹം മനുഷ്യനെ പോലെ പെരുമാറുന്നേയില്ല. നമ്മളിലുള്ള ദേവൻ ജ്വലിച്ചു വരണം. നമ്മൾ മനുഷ്യൻ്റേതായിട്ടുള്ള ആ ഒരു ചെറിയ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് ദേവനായിട്ട് മാറണം. അതായത് ഡാർവിൻ പറയും പോലെ എവല്യൂഷൻ്റെ അടുത്ത സ്റ്റേജിലേക്ക് നമ്മൾ കയറണം. അതായത് മനുഷ്യനിൽ നിന്ന് അസാധാരണമായ സൗമ്യതയുള്ള, പക്വതയുള്ള, സ്നേഹമുള്ള, വിശ്വസ്നേഹമുള്ള, ആരെയും സഹായിക്കാൻ മനസ്സുള്ള ഒരു ആളായിട്ട് മാറണം. അങ്ങനെ മാറുമ്പോൾ നിങ്ങളും ഈശ്വരന് ഒന്നായിട്ട് മാറിയിട്ട് രാമോഹം എന്ന് പറയുന്ന അവസ്ഥ എത്തും. അതായത് ഞാൻ രാമനാണ്. അഹല്യയുടെ ആ പാറയുടെ മുമ്പിൽ രാമൻ കാലെടുത്ത് വെച്ചിട്ട് പറയുന്നത് രാമോഹം, ആം രാമ. ആ ഒരു ബോധം ഏതൊരു ഹ്യൂമൻ ബീങ്ങിനാണ് ഉണ്ടാകുന്നത്. അയാളുടെ ബ്രഹ്മജ്ഞാനത്തിലെത്തി അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന സത്യം മനസ്സിലാക്കി ഈ ശരീരത്തിൽ നിന്ന് സ്വയം പതുക്കെ വലിഞ്ഞു മാറും. അതിനെ ആളുകൾ മരണം എന്ന് പറയും, മോക്ഷമെന്ന് ലോകം പറയും. അപ്പോൾ ഇത്രയും ദിവസം ഇത് ശ്രദ്ധിച്ചിരുന്നവർ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ചെറിയ പാഠമെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് മതി. ചെറിയൊരു വ്യത്യാസമെങ്കിലും മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും വേണ്ട, രാമായണം എനിക്ക് രണ്ടാമത് നല്ല ഈ സിമ്പിൾസിൻ്റെയൊക്കെ അർത്ഥം വെച്ചൊന്ന് വായിക്കണം എന്ന് മനസ്സിലൊന്ന് ചിന്ത ഉണ്ടായാൽ പോലും നമ്മുടെ ഈ ധർമ്മവിചാരങ്ങളും ധർമ്മയാത്രയും ഒക്കെ വിജയം എന്ന് തന്നെ നമുക്ക് കരുതും. അപ്പോൾ ഇത്രയും കാലം ഈ യജ്ഞത്തിൽ കൂടെ വന്ന എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ അകം നിറഞ്ഞ നന്ദി, ഞങ്ങളുടെ ടീമിൻ്റെയും നന്ദി. ഇനിയും ഈ ചാനലിനെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. ലോകത്തിന് നന്മ ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും ഈ ചാനൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. നമസ്കാരം.
ക്ലാസിക് ഫിലിംസിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.